ഇന്ന് നാലാമത്തെ നോമ്പായതുകൊണ്ട് തന്നെ എൻ്റെ വക സ്പെഷ്യൽ ഒരു അടിപൊളി കായ്പോള കേട്ടോ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പഴം, മുട്ട, പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, നെയ്യ്, ഇതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് നമുക്ക് വഴിയേ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഒരു ചട്ടി എടുത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇതാ കുറച്ച് നെയ്യ് ആഡാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ കശുവണ്ടി ആയിട്ട് കൊടുക്കുന്നത്, അതൊന്ന് ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോൾ നമ്മളിതാ കിസ്മിസ് ആഡാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മിസ് ഇതാ നന്നായിട്ടൊരു ബോളായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു ഉണ്ടുണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റാം. എന്നിട്ട് നമ്മൾ സെയിം ചട്ടിലോട്ട് തന്നെ പഴമാണ് കേട്ടോ തട്ടി കൊടുക്കുന്നത്. പഴം ഒരു ബ്രൗണിഷ് ആ ഒരു കളറൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ പഞ്ചസാരയാണ് കേട്ടോ ആഡാക്കി കൊടുക്കുന്നത്. എനിക്ക് വലിയ മധുരം ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ആക്കുന്നുള്ളൂ. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രമല്ല, വാപ്സിക്കിയുടെ ഷുഗറൊക്കെ ആണ്, അതുകൊണ്ടാണ് ഇച്ചിരി ആഡാക്കി കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറേ ചേർക്കാം, മധുരപ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണേലും ചേർക്കാം. ഓക്കെ, പിന്നെ ഷുഗർ വന്നിട്ട് എന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പഴം ഇവിടെ സെറ്റ് ആയിട്ട് നമ്മളത് മാറ്റാം കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ 3 മുട്ടയാണ് കേട്ടോ ആഡാക്കിയിട്ട് കൊടുക്കുന്നത്. പിന്നെ എന്താ ഒരു 4 ഏലക്ക നമ്മൾ പൊടിച്ചിട്ട് ആഡാക്കുന്നുണ്ട്. പൊടിക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലേവർ കിട്ടും, പക്ഷേ കൂടുതലില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്, അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പാല് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര ഒരു പേരിന് വേണ്ടി മാത്രം, നേരത്തെ പറഞ്ഞില്ലേ മധുരം ഇഷ്ടമില്ലാന്ന്. പിന്നെ നമ്മൾ പഴത്തിലും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ആക്കിയിട്ട് എടുക്കാം. അതാ നമ്മൾ ബ്ലെൻഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്, ഏതാ മൂഡ്. അപ്പോൾ ഇതാ ഇനി നമ്മളൊരു കുഴിയും പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കിയിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കിസ്മിസും പിന്നെ അണ്ടിപ്പരിപ്പും നമ്മൾ കുറച്ച് അടയ്ക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് ഗാർണിഷ് പരിപാടിക്ക് വേണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടപ്പത്ത് നമ്മൾ സെയിം ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ചട്ടിയല്ല വേണ്ടത്, കുറച്ചും കൂടെ പൊക്കുള്ളതാണ്. പിന്നെ നമ്മളതിൽ ഇതുള്ളതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ആക്കുന്നത് കേട്ടോ. നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് അടക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഗാർണിഷ് പരിപാടി, അത് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇങ്ങനെ വെതറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കമത്തുന്ന സമയത്ത് നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ സെറ്റാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഈ ഒരു ചട്ടിലോട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഈ ഒരു പഴമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുന്ന് മാതിരി ഇരിക്കും, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ലെവലാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതാ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക, കാരണം അടി പിടിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അടി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ആയിട്ട് നമുക്കിനി തുറന്ന് നോക്കാം കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് മുമ്പേ തുറന്നിട്ട് കമ്മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് വേവാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി കായപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഹൈറ്റ് വേണമായിരുന്നു, പിന്നെ നമ്മൾക്കിത് വെച്ച് അഡ്ജസ്റ്റ് ആക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ടേസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളിയായിരുന്നു, എല്ലാവരും ഒന്ന് ട്രൈ ആക്കുക കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ, ബാക്കി നെക്സ്റ്റ് ഡേ.